ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തിടുക. ആണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗ്ലൂട്ടാത്തിയോൺ എടുത്തത്, IV ആണോ, ടാബ്ലറ്റ് ആണോ, ക്രീം ആണോ, അത് മാത്രമല്ല Z കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മുഴുവനായിട്ട് കണ്ടിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ഇടാതിരിക്കുക. മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമന്റ് ഇടുക. നിങ്ങളുടെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുണ്ടോ, എന്ന് മുതലാണ് എടുക്കൽ തുടങ്ങിയത് എന്നുള്ളത്. ഞാൻ ഇതുവരെ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ പല രീതിയിലും എടുക്കാവുന്നതാണ്. IV ആയിട്ടും, മീൻസ് ഇഞ്ചക്ഷൻ ആയിട്ടും, അതുപോലെ ക്രീം ആയിട്ടും, ടാബ്ലറ്റ് ആയിട്ടും, ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തിയോൺ എടുക്കാം. IV ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞാൻ ആ ഏരിയക്കേ ഞാൻ പോയിട്ടില്ല. പിന്നെ ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ക്രീം നമ്മൾ തേക്കുക, ഒന്നെങ്കിൽ ഫേസ്, കഴുത്ത്, ചെവി, വല്ലപ്പോഴും കൈയും കാലൊന്നും ആരും തേക്കില്ല, എന്നാലും അത്രയല്ലേ തേക്കുള്ളൂ. നമ്മുടെ ബോഡി മൊത്തം ഒന്നും നമ്മൾ എന്തായാലും നമ്മൾ ക്രീം തേക്കില്ല. സോ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാത്തിയോണിന്റെ ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റീസെന്റ് ഗ്ലൂട്ടാത്തിയോണിന്റെ ടാബ്ലറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഇഷിക് ന്യൂട്രിക്സിന്റെ ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ ആണ് എടുത്തത്. എന്തുകൊണ്ട് ജാപ്പനീസ് ചൂസ് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ, ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഗ്ലൂട്ടാത്തിയോൺ അവൈലബിൾ ആണ്. ഒരുപാട് ലോക്കൽ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനം ഏതാന്ന് ചോദിച്ചാൽ ഈ ഷിക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ ആണ്. ഇത് നമ്മൾ മറ്റുള്ള ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതാണ്. നമുക്ക് മറ്റുള്ള ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര റിസൾട്ടും ഇല്ല, ഇത്ര ക്വാളിറ്റി ഇല്ല. സോ എന്തുകൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഷിക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ ആണ്. ഈ ഒരു ബോട്ടിൽ 20 ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. ഇത് ഞാൻ ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഡെയിലി കഴിക്കുന്നില്ല ഈ ഒരു ടാബ്ലറ്റ്. ഈ ഷിക് ന്യൂട്രിക്സിന്റെ ഈ ഒരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോണിൽ 500 mg ഗ്ലൂട്ടാത്തിയോൺ പ്ലസ് 40 mg വൈറ്റമിൻ C ആണ് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ഫ്ലേവർ ആണ്. ഒരു പൊന്നു ഗൈസ്, ഒരു രക്ഷയില്ല. സ്ട്രോബെറിയും ലെമണും കൂടെ വന്നിട്ട്, സാധാരണ ഞാൻ എന്താ പറയാ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നിലുള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമല്ല ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ, നമ്മൾ ആ ഒരു ടാബ്ലറ്റ് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ ഒരു രക്ഷയില്ല. അത് മാത്രമല്ല വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആ ഇടുന്ന സമയത്ത് വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അതും അടിപൊളിയാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് സ്ട്രോബെറിയും ലെമണും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറേ പേരുടെ ഡൗട്ട് ആയിരിക്കും, കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയായിരിക്കും, പക്ഷെ കുറച്ച് പേർക്ക് അറിയാത്തതുണ്ടായിരിക്കും. എന്താണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്? അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണത്തിൽ നിന്നും ഈ ഗ്ലൂട്ടാത്തിയോൺ കിട്ടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് ഇത് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഗ്ലൂട്ടാത്തിയോൺ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ ഓരോ ദിവസം കൂടുന്നവരും നമ്മളിങ്ങനെ ഏജ് ആയിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂട്ടാത്തിയോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് എടുക്കുന്നത്. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും 3 അമിനോ ആസിഡ്സ് കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് സത്യം പറഞ്ഞ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. കുറേ പേർക്ക് അറിയാത്തൊരു സംഭവമാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്തതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തിയോൺ ഏറ്റവും നല്ല സാധനമാണെന്ന് എല്ലാവരും പറയുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ ഡെർമറ്റോളജിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കും ഇത് യൂസ് ചെയ്താൽ എന്താണ് നമ്മുടെ സ്കിന്നിന് മാറ്റം വരിക എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മെലാനിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന്
നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഷെയ്ഡ് ചേഞ്ച് ആവുകയും, അതായത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവുകയും നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ കാര്യങ്ങളെല്ലാം റിഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഷിക് ന്യൂട്രിക്സിന്റെ ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് എന്താ മാറ്റം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുനോക്കുക. എൻ്റെ മുൻപത്തെ സ്കിൻ ഇതായിരുന്നു, അതായത് യൂസ് ചെയ്യണതിൻ്റെ ഇനി ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിന് വന്ന മാറ്റാണ് ഇപ്പൊ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷിക് ന്യൂട്രിക്സിന്റെ ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോണിൽ 500 mg ഗ്ലൂട്ടാത്തിയോണും പ്ലസ് 40 mg എന്താ വരുന്നത്, വൈറ്റമിൻ സിയും കൂടെയാണ് വരുന്നത്. ഗ്ലൂട്ടാത്തിയോണിൽ വൈറ്റമിൻ സി ആണ് ഇതിന്റെ എഫക്റ്റ് കൂട്ടുന്നത്. വൈറ്റമിൻ സിനെ കുറിച്ച് എല്ലാവർക്കും അറിയണതാണ്, ഞാൻ ഇത്ര പ്രത്യേകം പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സി എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ പ്രീമച്ചുർ ഏജിങ്, അതുപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ലൈൻസ് മാത്രമല്ല, കൊളാജൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടെയാണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഗ്ലൂട്ടാത്തിയോണിലുള്ള വൈറ്റമിൻ സി ആണ് ഈ ഒരു ഗ്ലൂട്ടാത്തിയോണിന്റെ എഫക്റ്റ് എന്ത് ചെയ്യണത്, ബൂസ്റ്റ് ചെയ്യണത്. പിന്നെ പറയണത്, പിന്നെ ഇപ്പൊ കുറെ ആൾക്കാരുടെ ഡൗട്ട് ആയിരിക്കും ഇത് ഷുഗർ ആഡഡ് ആണോ എന്നുള്ളത്. ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു കളറും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രല്ല, ഇത് വീഗൻ പ്രൊഡക്റ്റും കൂടെയാണ്. ഞാൻ വൈറ്റമിൻ സിയുടെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിരുന്നു, ചില ആൾക്കാർക്ക് വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഇഷ്യൂസ് വരും, അവർക്കായിട്ട് സെപ്പറേറ്റ് വൈറ്റമിൻ സി ഉണ്ടെന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് ആർക്കും ഇതുവരെ വന്നിട്ടില്ല. അത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഈ ഒരു സാധനം നമ്മൾ ഇന്ന് യൂസ് ചെയ്തു, എന്നിട്ട് നാളേക്ക് എന്താണ് എൻ്റെ ഷെയ്ഡ് മാറാത്തത്, എനിക്ക് എന്താണ് ഡിഫറൻറ്റ് വരാത്തത്, അങ്ങനെ നിങ്ങൾ നിൽക്കുകയേ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മിനിമം നമ്മൾ 8 ആഴ്ച ഇത് യൂസ് ചെയ്യണം എന്ന് ഇതിൽ പ്രത്യേകം വെണ്ടയ്ക്കാക്ഷരത്തിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 8 ആഴ്ചയെങ്കിലും നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. എപ്പോഴാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് വൈകിട്ടാണ് ഞാൻ കഴിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭക്ഷണത്തിന് ശേഷമാണ് ഈ ഒരു സാധനം കുടിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് എന്തായാലും പറ്റില്ല, അപ്പം എന്തായാലും വൈകിട്ടേ പറ്റുള്ളൂ. അപ്പം ഞാൻ വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ആണ് ഈ ഒരു സംഭവം കുടിക്കുന്നത്. എങ്ങനെ കുടിക്കണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 ml വാട്ടർ എടുത്തിട്ട് ഈ ഒരു ടാബ്ലറ്റ് അതിലേക്ക് ഇട്ടിട്ട് അത് അലിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടിക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ഇനി ഞാൻ ഇതെങ്ങനെ നിങ്ങൾക്ക് കഴിക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, എനിക്ക് ചില സാങ്കേതിക കാരണത്താൽ സ്പെക്സ് വെക്കേണ്ടി വന്നു. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കിടക്കും അവിടെ. അതുകൊണ്ട് ഞാൻ സ്പെക്സ് വെക്കുകയാണ്. പിന്നെ ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ ഒരു വലിയൊരു പോത്തൻ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുക്കണത് കേട്ടോ. ഇത് ആരുടെ ഗ്ലാസ്സാന്ന് നോക്കി, നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഗ്ലാസ് ആണ് ഗൈസ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. സാധാരണ ഞാൻ എടുക്കുന്നത്, ഞാൻ ഇങ്ങനെ കുടിക്കുന്നതെന്ന് വെച്ചാൽ 250 ml വെള്ളം എടുത്തിട്ട്, ഇവിടെ അത്ര പോകുന്ന ഗ്ലാസ് ഇല്ല, ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ആണുള്ളത്. അതുകൊണ്ട് ഞാൻ 250 ml വെള്ളം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ കപ്പില്ലേ, നമ്മുടെ സ്റ്റീൽ കപ്പില്ലേ, അതിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാബ്ലറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുക്കുന്നത്. ഇത് കറക്റ്റ് 250 ml ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാലോ ഞാൻ വേറെ ഏതോ ടാബ്ലറ്റ് ഇട്ടിട്ടാണ് കുടിക്കണമെന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് അത് എടുക്കണത് കേട്ടോ. അപ്പം അതെ, ഇതാണ് ടാബ്ലറ്റ്. ഇത്ര വലുപ്പമുള്ള ടാബ്ലറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് അപ്പം തന്നെ അടച്ചു വെക്കണേ. ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ടാലോ? ഇത് വെള്ളത്തിൽ ഇടുന്ന സമയത്ത് നല്ല രസമാണ്, നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ രീതിയിൽ സൗണ്ട് ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. കേൾക്കുമെന്ന് അറിയില്ല, എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇടാണേ. 1 2 3. കണ്ടോ നിങ്ങൾ? എന്നെ ഈ ഗ്ലാസ്സിൽ കാണുന്നുണ്ടല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതൊന്നിങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ തെറിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ? ഈശ്വര, ഇവിടെ വെള്ളം ചിന്തി അമ്മ എന്നെ കൊല്ലും. ഇത്രയും കൂടെ ഇനി അലിയാനുള്ളേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഈ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ട് നിങ്ങൾ കുടിക്കണം എന്നുള്ളത് ഞാൻ പറയില്ല. ഞാൻ ഡെയിലി കുടിക്കുന്നില്ല. അപ്പോൾ
നിങ്ങൾ ഡെയിലി കുടിക്കണം എന്നില്ല കേട്ടോ. അപ്പൊ ഇതേ മുഴുവൻ അലിഞ്ഞിട്ടുണ്ട്. ഞാൻ മോനെ പിങ്ക് കളർ ജ്യൂസ് 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 അഴകാന ജ്യൂസ് നീ കൊള്ളാല്ലേ. ഞാനിത് ഫസ്റ്റ് കുടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലിട്ട് കുടിച്ചത്. പിന്നെ ഞാൻ 250 ml വെള്ളം എടുത്തിട്ട് ഞാൻ കപ്പിലാക്കിയിട്ടാണ്. കാരണം കപ്പിലെ വെള്ളം കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് കുടിച്ചാലോ? കുടിക്കുമ്പോൾ ചെറിയ രീതിയിലൊരു തരിപ്പുണ്ട്. നമ്മളിപ്പോൾ 7up ഒക്കെ അതിൻ്റെ ഗ്യാസൊക്കെ ഒന്നിട്ട് പോയി ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുടിക്കുന്ന സമയത്തും അതിന് ചെറിയൊരു 1% ഒരു തരിപ്പുണ്ടാവില്ലേ, അതുപോലെയുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എവിടുന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ടിറ ബ്യൂട്ടി, നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, അതുപോലെ ലീഡിംഗ് റീറ്റെയിൽ സ്റ്റോർസിൽ എല്ലാത്തിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. മുഴുവൻ കുടിച്ചിട്ടുണ്ടേ. ഇനി പകുതി ഞാൻ അവിടെ വെച്ചു അല്ലെങ്കിൽ കുറച്ച് അവിടെ വെച്ചു എന്നൊന്നും പറയണ്ട, മുഴുവൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വാങ്ങുന്നവർ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. കാരണം എന്താ വെച്ചാൽ വെറുതെ എന്തിനാ അഡീഷണൽ ഡിസ്കൗണ്ട് നിങ്ങൾ കളയുന്നത്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ ടാറ്റാ.